കൊടപ്പൻ ഏകദേശം ഇത്ര ഉണ്ടാവും ചിലത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തെ തോള മുഴുവനും പൊളിച്ച് കളയണം. കാരണം ഇതെല്ലാം മൂത്തതായിരിക്കും. ആദ്യം ഇതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് വേണം അരിയാനായിട്ട്. പാളയംകുടൻ വാഴ അല്ലെങ്കിൽ നേന്ത്ര വാഴ, അതിൻ്റെ കൂമ്പാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിങ്ങനെ ഇപ്പോൾ എല്ലാം പോളയെല്ലാം കഴിഞ്ഞ് പറിച്ച് കളഞ്ഞപ്പോൾ ഇത്രേ ഉള്ളൂ ആകെ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് സാധാരണ ചെറുപയറോ വൻപയറോ അല്ലെങ്കിൽ ചിലർ പരിപ്പ് ഇട്ട് രണ്ടും കൂടി മിക്സ് ചെയ്താണ് വയ്ക്കുന്നത്. ഒറ്റയ്ക്കും വയ്ക്കാം. നമുക്കിതൊന്ന് ഒറ്റയ്ക്ക് വെച്ച് നോക്കാം. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ അരിയുന്നത് ഇങ്ങനെ കുത്തി ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിയണം. കൊടപ്പൻ കൊത്തിയരിഞ്ഞാണിത്. ഈ രീതിയിൽ കൊത്തിയരിഞ്ഞാണിത്. ഇനി ഇതിൻ്റെ ചേരുവകൾ കാണിക്കാം. തോരന് വേണ്ട ചേരുവകൾ: നാളികേരം, ഉള്ളി, മഞ്ഞപ്പൊടി, മുളക് പൊടി. പച്ചമുളക് ചിലർ ചേർക്കും, ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതൊന്ന് ചതച്ചെടുക്കണം തോരന് വേണ്ട പാകത്തിൽ. നേരത്തെ കാണിച്ച ചേരുവ വേണ്ടത്ര ഉപ്പ് ചേർത്ത് ചതച്ചെടുത്താണിത്. തോരന് അരയണ്ട. തോരൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം കടുക് പൊട്ടിക്കണം. അതിന് വേണ്ടത് കടുക്, ഒരല്പം ഉഴുന്ന്, കുറച്ച് അരി, അതുപോലെ കൊല്ലമുളക്. ഇത് നമ്മൾ പാത്രം വെച്ച് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് പൊട്ടിക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ കാണിച്ച സാധനങ്ങൾ കടുക് പൊട്ടിക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില കൂടി ഇടാം. കടുകൊക്കെ പൊട്ടിക്കൊണ്ടുണ്ട്. ആ ഉഴുന്ന് മറ്റൊന്ന് വീർത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊടപ്പൻ ഇടാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ് ഈ പറയുന്നത്. നമുക്ക് എല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തെളിക്കണം. അതിൻ്റെ കൂടെ ഈ അരപ്പും ഇന്ന് നനച്ചു കൊടുക്കാം. ചിലപ്പോൾ നന്നായിട്ട് നമുക്ക് ഇത്ര വെള്ളം ഒഴിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ സാധാരണ തോരനധികം ഇനി ഇതൊന്ന് വേവട്ടെ. നടത്തി വയ്ക്കാൻ മതി. തോരനൊന്നും അധികം വെള്ളം ഒഴിക്കരുത്, കുഴഞ്ഞു പോകും. എന്നിട്ട് തോരനൊന്ന് തുറന്ന് നോക്കാം. തോരനെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. നേരത്തെ നോക്കിയതാണ്. ടേസ്റ്റൊക്കെ കൊള്ളാം. ഇതിപ്പോൾ കുഴപ്പം മാത്രമേ ഉള്ളൂ. കാരണം ഒന്ന് ഒറ്റയ്ക്ക് വെച്ച് നോക്കാമെന്ന് വെച്ചാൽ സാധാരണ ചിലപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് രണ്ട് കുഴപ്പനും കൂടി ഉണ്ട്. അത് പിന്നീട് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. കാരണം അതിൽ വേണമെങ്കിൽ പയറോ വൻപയറോ ചെറുപയറോ അല്ലെങ്കിൽ പരിപ്പോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് പയറും ഈ പരിപ്പും നമുക്ക് ആദ്യമൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം ഈ കൊടപ്പൻ്റെ അരിഞ്ഞതിൻ്റെ കൂടെ ചേർക്കാനായിട്ട്. ബാക്കിയെല്ലാം ചേരുവകളും ഉണ്ടാക്കലും ഇതേമാതിരി തന്നെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തോരൻ കൊടപ്പൻ. ഇത് നല്ല ഊണ് കഴിക്കുമ്പോൾ അല്പം നെയ്യൊക്കെ കൂട്ടി കൊണ്ടുവന്നത് നല്ല രസകരമായിരിക്കും കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് നെയ്യൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് നെയ്യൊക്കെ കൂട്ടി ഊണ് കഴിക്കാവുന്നതാണ്.
നമ്മുടെ കൊടപ്പൻ തോരൻ റെഡി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വിഭവവുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.